ഹലോ എവ്രിവൺ, വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. നിസാമാണ്. നമ്മുടെ കേട്ടറ്റ് എക്സാമുകളിൽ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ചോദ്യങ്ങൾ അല്ലേ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും, അവിടെ നിങ്ങൾ ഏത് ടാഗാണ് കൊടുക്കുക, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ചില ക്വസ്റ്റ്യൻ ടാഗുകളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ്, അത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഒരു കേട്ടറ്റ് എക്സാമിന് ചോദിക്കേണ്ട എല്ലാ ടൈപ്പും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇനി അടുത്ത് വരാൻ പോകുന്ന കേട്ടറ്റ് എക്സാമുകളിൽ ഒരു ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം ഈ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കാണുക, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ നേരെ ആദ്യമായിട്ട് അറിയുന്നത് ഇതിൻ്റെ ബേസിക് റൂളാണ്, ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ബേസിക് റൂളാണ്. അതിനാദ്യം നമ്മൾ എന്താ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയണം അല്ലേ. നമ്മുടെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ഡ്രസ്സിൻ്റെ കൂടെ ഒരു ടാഗ് കാണും അല്ലേ, പ്രൈസ് ടാഗ് കാണും. അങ്ങനെ നമ്മളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെ കൂടെ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഒരു ടാഗാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ എന്ന് കൊടുക്കുമ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് അല്ലെങ്കിൽ ആ സെൻറ്റൻസിന് ഒരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റുകയാണ്. അങ്ങനെയല്ലേ, അങ്ങനെയാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ല. ഞാനൊരു സാധനം പറയുന്നു എന്നിട്ട് ഞാൻ അതാണോ, അങ്ങനെയല്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഇതിന് ബേസിക് ആയിട്ടുള്ള ഒരൊറ്റ റൂളേ ഉള്ളൂ, പോസിറ്റീവ് ആണ്. നമ്മുടെ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ടാഗ് അതിൻ്റെ കൂടെ നെഗറ്റീവ് ടാഗ് വരണം എന്നുള്ളതാണ്. നെഗറ്റീവ് ടാഗ് വരണം എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് റൂൾ. അപ്പോൾ എന്താണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതായിരിക്കും. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഈസിയാണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു നോട്ട് ഉണ്ടാവില്ല. നോട്ട് എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ അകത്തുണ്ടാവും. നോട്ട്, ഡോണ്ട് പോലെയുള്ള സാധനങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. അങ്ങനെയുള്ള സെന്റൻസുകളാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകളാണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നിങ്ങൾ നെഗറ്റീവ് ടാഗ് കൊടുക്കണം. ഇനി രണ്ടാമത്തെ റൂൾ എന്താണ്? ഇനി നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങളുടെ സെന്റൻസിൽ ഒരു നോട്ട് കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് പോസിറ്റീവ് ടാഗ് ആണ്. ഇത്ര അറിഞ്ഞാൽ മതി, ബേസിക് ആയിട്ടുള്ള റൂള് ഇത്ര അറിയുക. ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടാണ് ഇതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഹി ഈസ് എ ടീച്ചർ. ഇവിടെ ഏത് ക്വസ്റ്റ്യൻ ടാഗ് വരുമെന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഹി ഈസ് എ ടീച്ചർ എന്ന് പറഞ്ഞുള്ള സ്റ്റേറ്റ്മെന്റിനെ ആദ്യം ഒന്ന് നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാകും അതിലൊരു നോട്ടും ഇല്ല എന്ന്. നോട്ടില്ല എങ്കിൽ അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലായി. നമ്മളുടെ ബേസിക് റൂൾ എന്താണ്? നമ്മുടെ ടാഗ് നെഗറ്റീവ് ടാഗ് വരണം എന്നുള്ളതാണ് നമ്മുടെ ബേസിക് റൂൾ. ഇനി ഒരു ടാഗിൽ എന്തൊക്കെ ഉണ്ടാകും? ടാഗിൽ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, ഒരു ഓക്സിലറി വേർബ് ഉണ്ടാകും. രണ്ടാമത്തത് അതിന്റെ കൂടെ ഒരു പ്രോനൗൺ ഉണ്ടാകും. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ ഒരു സബ്ജക്റ്റ് ഉണ്ടാവില്ലേ, പ്രവൃത്തി ചെയ്ത ആളുണ്ടാവില്ലേ, അയാൾക്ക് പകരം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോനൗൺ, അയാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോനൗൺ ആണ്. ഇവിടെ രമേശ് ആണെങ്കിൽ നമുക്ക് ഹി എന്നെടുക്കാം, സുമ എന്നാണെങ്കിൽ ഷീ എന്നെടുക്കാം, ബോയ്സ് എന്നാണെങ്കിൽ ദേ എന്നെടുക്കാം. അപ്പം ഓരോ നൗണിനും അനുസരിച്ചിട്ട് നമ്മൾ എന്താണ് ടാഗ് എടുക്കണം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? പ്രോനൗൺ വരും. അത് കഴിഞ്ഞിട്ട് അതൊരു ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ വേണം. ഇനി ഈ ടാഗിനെ എങ്ങനെ നമുക്ക് നെഗറ്റീവ് ആക്കാം? പോസിറ്റീവും നെഗറ്റീവ് ടാഗുകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇനി ഈ ടാഗിനെ എങ്ങനെ നെഗറ്റീവും പോസിറ്റീവ് ആകുക? ഒരു കാര്യം ചെയ്താൽ മതി. ഓക്സിലറി ഇല്ലേ, നമ്മുടെ ഓക്സിലറി അതിന്റെ ബേസ് രൂപത്തിൽ കൊടുക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ് ടാഗ്. ഓക്സിലറിയുടെ കൂടെ ഒരു നോട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നെഗറ്റീവ് ടാഗായി. എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടി. അപ്പൊ നമുക്ക് ഈ സെന്റൻസ്, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഹി ഈസ് എ ടീച്ചർ. അപ്പൊ നമുക്ക് നോക്കുമ്പോ എന്താണ്, ഇവിടെ ഒരു ഓക്സിലറി പോലെ ഒരു സാധനം കാണാൻ പറ്റുന്നുണ്ട്, ഈസ്. അപ്പൊ നമ്മൾ ഈസ് എടുക്കും. ഈസിന്റെ കൂടെ നോട്ട് കൊടുക്കുന്നു, ഈസ് നോട്ട് എന്ന് എഴുതുന്നു. ഈസ് നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുരുക്കിയിട്ട് ഈസിൻഡ് എന്ന് എഴുതാം.
പ്രോനൗൺ എടുക്കും. ഇവിടെ ഹീ തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് എന്താണ്, ഹീ തന്നെ എടുത്താൽ മതി. കഴിഞ്ഞോ? ഇല്ല, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ നമ്മൾ നോക്കാം, ഈസ് ഇൻ ഹീ എന്നുള്ളത് ടാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഓൾറെഡി ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് ഇനി ക്വസ്റ്റ്യൻ മാർക്ക് വെക്കേണ്ട. ഈസ് ഹീ കൊടുക്കേണ്ട, അത് ഓൾറെഡി മനസ്സിലായി എന്താണ്, അത് പോസിറ്റീവ് ആണ് എന്നുള്ളത് മനസ്സിലായി. ഇവിടെ നെഗറ്റീവ് ടാഗാ വരേണ്ടത് അല്ലേ? അപ്പൊ അത് പറ്റൂല. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ശരിയായി, ഹീസ് ഇൻ ഹീ എന്നുള്ളതായി നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നത്. ഇനി നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പറയാം. അടുത്ത ചോദ്യം നോക്കും നിങ്ങൾ. രമ്യ ഹാസിൻ ഫിനിഷ് ദ പ്രൊജക്ട്. സെന്റൻസിൽ നിങ്ങൾ നോക്കുക, ഒരു നോട്ടുണ്ട്. സെന്റൻസിൽ ഒരു നോട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എന്തായി? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയി. ഇനി ടാഗ് എന്ത് വരും? നമ്മുടെ ബേസിക് റൂൾ പോസിറ്റീവ് ആയിരിക്കണം ടാഗ് എന്നുള്ളത്. അപ്പോൾ ഓക്സിലറി കണ്ടുപിടിക്കണം, നമ്മൾ പ്രോനൗൺ കണ്ടുപിടിക്കണം. ഓക്സിലറി ഇവിടെ ഉണ്ട്, ഹാസിൻഡ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ഹാസിൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹാസിൻഡിന്റെ നോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഹാസ് എന്ന് കിട്ടും. ഇനി നമ്മൾ പ്രോനൗൺ കണ്ടുപിടിക്കണം. രമ്യയാണ്, സിംഗുലർ ആണ്, ഫെമിനിൻ പേരാണ്. അപ്പൊ നമ്മൾ ഷീ എന്ന് എടുക്കും. ഹാഷി ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി വരും. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. നോട്ട് ഉണ്ടോ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാവും. പോസിറ്റീവ് ടാഗ് എടുക്കുക. ടാഗ് എടുക്കുമ്പോൾ ഓക്സിലറി വേണം. പ്രോനൗൺ ഏതാണോ അതിനനുസരിച്ചുള്ള പ്രോനൗൺ എടുക്കണം. ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. പരിപാടി കഴിയുന്നു. ഇനി നമ്മൾ അടുത്തയിലേക്ക് പോവാണ്. അടുത്തത് വേറൊരു ടൈപ്പ് ചോദ്യമാണ്. കേട്ടറ്റിന് വരുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഐ ആം എൻ ആർട്ടിസ്റ്റ്. ഐ ആം എൻ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച റൂള് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. പോസിറ്റീവ് ആണ്, അപ്പോൾ നമ്മൾ നെഗറ്റീവ് എടുക്കണം. നെഗറ്റീവ് ഓക്സിലറി നമ്മൾ കണ്ടു, ആം. അതിന്റെ കൂടെ നമ്മൾ നോട്ട് കൊടുക്കുന്നു, ആം നോട്ട്. പ്രോനൗൺ ഐ കൊടുക്കുന്നു. അത് നമ്മൾ ഷോർട്ടാക്കിയിട്ട് ആമിൻ്റെ ഐ എന്ന് കൊടുക്കുന്നു. ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു. നമ്മൾ ആൻസർ കറുപ്പിക്കുന്നു. നമ്മുടെ ഉത്തരം തെറ്റുന്നു. നമ്മുടെ ഉത്തരം തെറ്റുന്നു. അതെങ്ങനെ സർ? നമ്മളിപ്പോൾ പഠിച്ചു വന്നതല്ലേ ഓക്സിലറിയുടെ നോട്ട് എടുക്കണം എന്നുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സെപ്ഷൻ ആണ് ഇവിടെയുള്ളത്. നിങ്ങളുടെ സെന്റൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആം ആണ് ഓക്സിലറി. അതായത് ഐന്റെ കൂടെ മാത്രമേ ആം വരുള്ളൂ. നിങ്ങളുടെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ ആം എന്നുള്ളത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഐ ആം നോട്ട് എന്നല്ല പറയുന്നത്. ഐ ആം എൻ ആർട്ടിസ്റ്റ്, ഐ ആം നെക്സ്റ്റ്, ഐ ആം എ ഡോക്ടർ, ഐ ആം ഹിസ് ബ്രദർ. അങ്ങനെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ടാഗ് എന്ന് പറയുന്നത് ആറിൻഡ് ഐ. നിങ്ങൾ എടുക്കേണ്ട ടാഗ് ആറിൻഡ് ഐ. നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള റൂളാണ് ഇത്. കേട്ടിട്ട് ചോദിക്കാറുണ്ട്. അപ്പം ഐ ആം എൻ ആർട്ടിസ്റ്റിന്റെ ടാഗ് വരുന്നത് എന്താണ്? ആറിൻഡ് ഐ ആണ്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കൂലേ? അപ്പം ഐ ആം പോസിറ്റീവിലാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ കൃത്യമായിട്ട് ആറിൻഡ് കൊടുക്കണം. എന്നാൽ ഐ ആം നോട്ട് എൻ ആർട്ടിസ്റ്റ്. നോട്ട് എൻ ആർട്ടിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ ആം ഐ ആ കൊടുക്കേണ്ടത്. കാരണം ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് ആണ്. ഇനി ആമിന്റെ നെഗറ്റീവ് ടാഗ് ആണ് എന്ത് വരുന്നത്? ആറിൻഡ് ഐ അല്ലെങ്കിൽ ആർ നോട്ട് ഐ എന്നുള്ളത് കേട്ടോ. ആൻഡ് ഐ എന്ന് പറയുന്ന ഇതാണ് അതിന്റെ ടാഗ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച റൂളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് ഇതുപോലുള്ള കുറച്ച് വ്യത്യസ്തമായിട്ട് കേട്ടറ്റ് എക്സാമുകളിൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ടാഗുകളെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. അടുത്ത് നോക്കും നിങ്ങൾ. ദേ വർക്ക് ഇൻ ലണ്ടൻ. ഓക്കെ, നമുക്ക് ദേ ആണ് കൊടുത്തിട്ടുള്ളത്. ദേ എടുക്കുന്നു, ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു. ഇനി ഓക്സിലറി കണ്ടുപിടിക്കണം. അപ്പം ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എടുക്കണം. ആദ്യം പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി, കാരണം ഇതിൽ ഒരു നോട്ട് കാണാൻ പറ്റുന്നില്ല. നോട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും ടാഗ്. അപ്പൊ ഞാൻ അവിടെ ഓക്സിലറി എവിടെ പോയി? കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ദേ വർക്ക് ഇൻ ലണ്ടൻ. നേരത്തെ ഈസ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, ഹാസ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, ആം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് സാധനം കാണാൻ പറ്റുന്നില്ല. എവിടെ പോയി? അപ്പോൾ നമ്മളെ സഹായിക്കാൻ എന്തിരിക്കും? ഇവിടെ നിങ്ങളൊരു സാധനം കണ്ടോ? വർക്ക് എന്ന് കണ്ടോ? ഇങ്ങനെ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റില് പുറത്ത് നിങ്ങൾ എന്ത് കാണുന്നില്ല? ഓക്സിലറി കാണുന്നില്ലെങ്കിൽ 3 ഓക്സിലറിയാ വരിക. 3 ഓക്സിലറി ആണ് വരുന്നത്. നിങ്ങൾക്ക് ഓക്സിലറി കാണാൻ പറ്റുന്നില്ല എങ്കിൽ 3 ഓക്സിലറിയാ വരിക. ഒന്നാമത്തത്
ഡു ആയിരിക്കും ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ഡസ് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഡിഡ് ആയിരിക്കും വരുന്നത്. ഇത് ഏതാണ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അറിയാൻ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആണ്. വേർബിന്റെ ഒന്നാമത്തെ രൂപമാണ് അതെങ്കിൽ ബേസ് ഫോം ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഡു കൊടുക്കാം. ഞാനൊരു വേർബ് പറയുമ്പോൾ നമുക്ക് പ്ലേ എന്നെടുക്കാം. പ്ലേ എന്നാണെങ്കിൽ അവിടെ എനിക്ക് ഡു എന്ന് കൊടുത്താൽ മതി. കാരണം പ്ലേ എന്നുള്ളത് എന്താണ്? വേർബിന്റെ ബേസ് ഫോം ആണ്. അതിൽ ഞാനൊന്നും ചേർത്തിട്ടില്ല, മായവും മന്ത്രവും ഒന്നും ചേർത്തിട്ടില്ല. ഇനി ഡസ് ഫോം ആണെങ്കിൽ സിമ്പിൾ ആണ്. ആ വേർബിന് ശേഷം ഒരു എസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വേർബിന് ശേഷം നിങ്ങൾക്ക് ഒരു എസ് കാണാൻ പറ്റും. എസ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഓക്സിലറി എടുക്കേണ്ടത് ഡസ് ആണ്. ഇനി ഡിഡ് ആണെങ്കിൽ എന്ത് വരും? ആ വേർബിന്റെ പാസ്റ്റ് ടെൻസ് ഏതാണ്? സാധാരണ ഇ ഡി ഉണ്ടാവുക അല്ലേ? എന്നാൽ ചില വേർബുകൾക്ക് എന്താണ് ഇ ഡി ഉണ്ടാവില്ല. അപ്പൊ അത് കൃത്യമായിട്ട് എന്താണ് നിങ്ങളൊന്ന് നോക്കണം. അപ്പൊ നമുക്ക് ഇവിടെ പ്ലേയിന്റെ നമുക്കറിയാം പ്ലേഡ് ആണ് എന്നുള്ളത് അറിയാം. അപ്പൊ നിങ്ങളുടെ സെന്റൻസിൽ പ്ലേഡ് ആണ് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് ഡിഡ് ആണ്. അപ്പൊ ഇതേ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്സിലറി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് ഡുവോ ഡസ്സോ ഡിഡോ ആണ്. അത് തന്നിരിക്കുന്ന മെയിൻ വേർബിന് അനുസരിച്ചിട്ടാണ്. ബേസ് ഫോമിലാണ്. അതിലേക്ക് ഒന്നും ചേർത്തിട്ടില്ല, ഇ ഡി ചേർത്തിട്ടില്ല, എസ് ഒന്നും ചേർത്തിട്ടില്ല, അല്ലെങ്കിൽ വേറെ രൂപമൊന്നും ആക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഡു എടുക്കുക. അവസാനം നിങ്ങൾക്ക് ഒരു എസ് കാണാൻ പറ്റുന്നുണ്ടോ? ഡസ് എടുത്തോ. ഇനി ഇ ഡി ആണ് അല്ലെങ്കിൽ അതിന്റെ പാസ്റ്റ് ഫോം ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് ഡിഡ് ആണ്. അപ്പൊ നമ്മുടെ സെന്റൻസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ വർക്ക് എന്നുള്ളത് നമുക്കറിയാം അല്ലേ? വർക്ക്, രണ്ടാമത്തത് വർക്ക്ഡ്, മൂന്നാമത്തത് വർക്ക്ഡ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്ത്? ഇത് ബേസ് ഫോമിലാണ്. അപ്പൊ നമ്മൾ എന്തെടുക്കണം? ഡു എടുക്കണം. ഡു എടുത്തു കഴിഞ്ഞാൽ ശരിയാവോ? ഡു എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. എന്താവണം? വർക്ക് പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ എന്താണ്? നെഗറ്റീവ് ആക്കണം. അപ്പൊ നമ്മൾ ഡോണ്ട് ദേ എന്നുള്ളതാകും നമ്മുടെ ടാഗ് വരുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി നമ്മുടെ ആൻസർ ആയിട്ട് വരും. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ദേ വർക്ക് ഇൻ ലണ്ടൻ, ഡോണ്ട് ദേ. ദേ വർക്ക് ഇൻ ലണ്ടൻ, ഡോണ്ട് ദേ എന്നുള്ളതായി. ഇനി നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഷീ പ്ലേസ് ദ പിയാനോ. ഷീ പ്ലേസ് ദ പിയാനോ. നോക്കുമ്പോൾ എന്ത് കാണാൻ പറ്റുന്നില്ല? ഓക്സിലറി കാണാൻ പറ്റുന്നില്ല. ഇത് പോസിറ്റീവ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടോ, ഇവിടെ ഒരു എസ് കണ്ടോ, എസ് കണ്ടോ, പ്ലേസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഡസ് ആണ്. വെറും ഡസ് ആണോ? ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഡസ് നോട്ട് എന്നുള്ളത് ഡസിൻ്റെ എന്നാകും. ഡസ് ഇൻ ഷീ ക്വസ്റ്റ്യൻ മാർക്ക്. ആൻസർ ശരിയാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയി വന്നു. ഈസിയാണ്. നിങ്ങൾ ഓക്സിലറി കാണുന്നില്ല എങ്കിൽ പേടിക്കുന്നു വേണ്ട. ഓക്സിലറി ആ വേർബിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അവസാനം എസ് കാണുകയാണെങ്കിൽ ഡസ് ആണ്, ബേസ് ഫോമിലാണെങ്കിൽ ഡു ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് വരുമെന്ന് പറഞ്ഞേ? സുമ ബ്രോക്ക് ദ ഗ്ലാസ്. സുമ, ഷീ കിട്ടി. സുമക്ക് ഷീ കൊടുക്കാം. ഇനി നമ്മൾ വേർബ് ഏതാണ്? ഓക്സിലറി വേർബ് ഏത് കൊടുക്കും? ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആക്കണമല്ലോ. അപ്പൊ ബ്രോക്ക് ആണ്. ബ്രോക്ക് ഏതാ ഫോം? ബ്രേക്ക്, ബ്രോക്ക് അല്ലെ? ബ്രോക്കൺ. അപ്പം V2 ആണ്, പാസ്റ്റ് ടെൻസിലാണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? ഡിഡിൻ ഷീ. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി വരും. സോ അങ്ങനെയാണ് ആ ഓക്സിലറി ഇല്ലാത്ത സെന്റൻസുകളിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്നത്. വളരെ ഈസിയാണ്. ഡു, ഡസ്, ഡിഡ്, ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബേസ് ഫോം ആണെങ്കിൽ ഡു വെച്ചിട്ട് അവസാനം ഒരു എസ് ആണെന്നുണ്ടെങ്കിൽ ഡസ് വെച്ചിട്ട്, ഇനി ഇ ഡി അല്ലെങ്കിൽ അതിന്റെ പാസ്റ്റ് ഫോമുകളാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഡിഡ് കൊടുക്കണം. ഈസിയാണ്. ഇനി അടുത്തൊരു ടൈപ്പ് ചോദ്യം നോക്കാം നമുക്ക്. മൈ ഫാദർ റിയലി സ്മോക്ഡ് എ പൈപ്പ്. സ്മോക്ഡ് ആണ്. സ്മോക്ഡ് ഇ ഡി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡിഡ് കിട്ടി. അപ്പൊ നമ്മൾ സെന്റൻസിൽ നോട്ട് ഉണ്ടോ? മൈ ഫാദർ റിയലി സ്മോക്ഡ്. ഒരു നോട്ട് കാണാനില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതൊരു പോസിറ്റീവ് ആണ് എന്നുള്ള കാര്യം നമ്മൾ എടുത്തു. അപ്പൊ സ്മോക്ഡ് എന്നുള്ളത് നമ്മൾ ഡിഡിൻ്റെ എന്ന് കൊടുത്തു. മൈ ഫാദർ ആയതുകൊണ്ട് മൈ ഫാദറിന് നമ്മൾ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഡിഡിൻ ഹി എന്ന് കൊടുത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തു. നമ്മൾ ആൻസർ ചെയ്തു. നമ്മുടെ ഉത്തരം തെറ്റുന്നു. അതെങ്ങനെയാ തെറ്റുന്നത്? കറക്റ്റ് അല്ലേ? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നെഗറ്റീവ് ടാഗ് തന്നെ എടുത്തിട്ടുണ്ട്. സ്മോക്ഡ് ആണ്, ഡിഡിൻ്റെ എന്ന് കൊടുത്തിട്ടുണ്ട്. മൈ ഫാദറിന് ഹി എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെ തെറ്റും?
തെറ്റാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ കണ്ടോ, റയലി എന്ന് പറഞ്ഞൊരു അഡ്വേർബ് കണ്ടോ. എൻ്റെ അച്ഛൻ വളരെ വിരളമായിട്ടാണ് പൈപ്പ് സ്മോക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. റയലി എന്ന് പറഞ്ഞ അഡ്വേർബ് നെഗറ്റീവ് മീനിങ് ആണ് ഈ ഒരു സെന്റൻസിന് കൊടുക്കുന്നത്. റയലി എന്ന് പറഞ്ഞിട്ടുള്ള അഡ്വേർബ് ഇവിടെ ഒരു നെഗറ്റീവ് മീനിങ് ആണ് കൊടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും സെന്റൻസ് എന്തായിട്ട് വരും? നെഗറ്റീവ് ആയിട്ട് വരും. അപ്പൊ നമ്മളിവിടെ കൊടുത്ത പോസിറ്റീവ് എന്നുള്ള തെറ്റാ. നമ്മളിത് നെഗറ്റീവ് എന്നാക്കേണ്ടിയിരുന്നു. നെഗറ്റീവ് ആക്കുമ്പോൾ നമുക്ക് ഇവിടെ പോസിറ്റീവ് ടാഗ് വരണം. പോസിറ്റീവ് ടാഗ് എന്ന് പറയുന്നത് ഡിഡിൻ ഹി അല്ല, ഡിഡ് ഹി എന്നാണ് വരേണ്ടത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ സെന്റൻസിൽ നിങ്ങൾക്ക് നോട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവാണ്. നിങ്ങളുടെ സെന്റൻസിൽ നിങ്ങൾക്ക് നോട്ടിന്റെ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവാണ്. ഇനി ഇങ്ങനത്തെ വല്ലതും നിങ്ങൾ കാണുകയാണെങ്കിൽ സെന്റൻസ് നെഗറ്റീവ് ആണ് എന്ന് മനസ്സിലാക്കണം. ഒന്ന് നമ്മളിപ്പോ കണ്ട റയലി എന്ന് പറഞ്ഞ സാധനം അഡ്വേർബ് നിങ്ങൾ അതിൽ കാണുകയാണെങ്കിൽ നിങ്ങളത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഹാർഡ്ലി എന്ന് കാണാണ്, ഹാർഡല്ല ഹാർഡ്ലി നെഗറ്റീവ് ആണ്. നിങ്ങൾ കാണുന്നു സെൽഡം കാണുന്നു, സെൽഡം കണ്ടു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കണം. സ്കേഴ്സ്ലി എന്ന് കാണുന്നു നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കണം. ഇനി നിങ്ങൾ നെവർ എന്ന് കാണുന്നു, നെവർ എന്ന് കണ്ടു കഴിഞ്ഞാലും നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എന്താകുന്നു? നെഗറ്റീവായിട്ട് മാറുന്നു. നെഗറ്റീവായി മാറുമ്പോ പോസിറ്റീവായിരിക്കും ടാഗ് എന്നുള്ള കാര്യമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു കാര്യം. അപ്പൊ നമ്മുടെ സെന്റൻസിന് നോട്ട് ഉണ്ടായാൽ മാത്രം നെഗറ്റീവ് ആവും എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. റയലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി, സെൽഡം, നെവർ പോലുള്ള വാക്കുകൾ നിങ്ങളുടെ സെന്റൻസിൽ ഉണ്ടെങ്കിൽ ആ സെന്റൻസ് ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് ആകും. ടാഗ് നിങ്ങൾ പോസിറ്റീവ് എടുക്കണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇനി അടുത്തതാണ് എവ്രിവൺ വാസ് പ്രസന്റ്. പോസിറ്റീവ് ആണ്, സ്കേഴ്സ്ലി ഇല്ല, നോട്ട് ഇല്ല, അതുപോലെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പോസിറ്റീവ് ആണെന്ന് മനസ്സിലാവും. യെസ്, പോസിറ്റീവ് എടുക്കുന്നു. വോസ് ആണ്, അപ്പൊ നെഗറ്റീവ് ടാഗ് ആണ്. അപ്പൊ വോസ് ഉള്ളത് വോസിന്റെ ക്വസ്റ്റ്യൻ മാർക്ക്. എവ്രിവൺ, എല്ലാരും എന്ന് പറയുന്നത് നമ്മൾ എന്ത് ടാഗ് എടുക്കും? ഹി എടുക്കുവോ, ദേ എടുക്കുവോ, വി എടുക്കുവോ? കൺഫ്യൂഷൻ ആയല്ലോ. ഏത് ഏത് പ്രോനൗൺ എടുക്കുന്നതാണ്? എവ്രിവൺ ആകുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ദേ എന്ന് എടുക്കണം. എവ്രിവൺ ആകുമ്പോൾ നമ്മൾ ദേ എന്ന് എടുക്കണം. അപ്പൊ വോസിൻ ദേ എന്ന് കൊടുക്കും അല്ലെ? അപ്പൊ നമ്മൾ വോസിൻ ദേ കൊടുത്തിട്ട് ഓപ്ഷൻ ബി നമ്മൾ ഉത്തരം എഴുതുന്നു. വീണ്ടും നമ്മുടെ ഉത്തരം തെറ്റുന്നു. എന്തുകൊണ്ട്? ഈ ദേ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ദേ ഒരു പ്ലൂരൽ അല്ലേ? ഞാൻ, നീ, നമ്മൾ, അവൻ, അവൾ, അവർ എന്ന് പറയുമ്പോ ഒന്നിൽ കൂടുതൽ ആളുകളില്ലേ? പ്ലൂരൽ അല്ലേ? എന്നാൽ വോസ് ആരുടെ കൂടെ പറയാറ്? ഐ വോസ്, ഷീ വോസ്, ഹി വോസ്. എന്നാൽ ദേ വരുമ്പോ എന്താ പറയാറ്? ദേ വേറാ പറയാറ്. അപ്പം വോസ് എപ്പോഴും സിംഗുലറിന്റെ കൂടെ കൊടുക്കാൻ പറ്റുള്ളൂ, പ്ലൂരലിന്റെ കൂടെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവരെന്താകും? അടിപിടിയാകും. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയാകും. ഒരാൾ സിംഗിൾ ആണ്, മറ്റേ ആളെന്താണ്? ഗേൾ ഫ്രണ്ട് ഉണ്ട്. അപ്പം ഇയാൾക്ക് സങ്കടാവില്ല സ്വാഭാവികമായിട്ടും. തൊന്റെ കൂട്ടുകാരന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആൾക്ക് എന്താണ്? സങ്കടാവില്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ഒരു സിംഗുലർ പേഴ്സണെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പകരം നമ്മൾ ഇതിന്റെ പ്ലൂരൽ വേർഷൻ ആയിട്ടുള്ള വേറിന്റ് എന്ന് കൊടുക്കണം. മനസ്സിലായോ എന്തുകൊണ്ടാ വേറിന്റ് എന്ന് വന്നത്? ഇവിടെ ദേ ആണ് നമ്മൾ ഓക്സിലറി എടുത്തത്, പ്രോനൗൺ എടുത്തത്. അതുകൊണ്ട് പ്ലൂരൽ തന്നെ ആയിരിക്കണം എന്ത്? അതിന്റെ ഓക്സിലറി വരേണ്ടത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി വേറിന്റെ എന്ന് വരും. ഇത് എവ്രിവൺ എന്ന് വരുമ്പോ മാത്രമാണോ? അല്ല. ഈ വൺ എന്ന് പറഞ്ഞ സാധനം കണ്ടോ നിങ്ങള്? എവ്രിവണിലൊരു വണ്ണില്ലേ? ഈ വണ്ണിന്റെ കൂടെ നമുക്ക് എവ്രിവൺ എഴുതാം, അല്ലെങ്കിൽ സംവൺ എന്ന് എഴുതാം. ഇനി നോ വൺ എന്നാണെങ്കിലും നിങ്ങൾ എടുക്കേണ്ട പ്രോനൗൺ എന്ന് പറയുന്നത് ദേ ആണ്. അതുകൊണ്ട് ഇതിന്റെ കൂടെ കൊടുത്ത ഓക്സിലറീസ് ഒക്കെ പ്ലൂരൽ ആക്കി മാറ്റണം. എവ്രിവണ്ണിന്റെ കൂടെ എന്താ നിങ്ങൾ കൊടുത്തത്? ഈ വോസ് ആ കൊടുത്തത്, അത് വേറാകും. ഈസ് ആണെങ്കിൽ ആർ ആകും, ഹാസ് ആണെങ്കിൽ ഹാവ് ആകും.
ഡസ് ആണെങ്കിൽ ഡു ആകും. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. സോ എവ്രി വൺ, സം വൺ, നോ വൺ, ദേ ആകും. അതിന്റെ കൂടെ തന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട്. എവ്രിബഡി എന്നാണെങ്കിലോ അതും ദേ ആണ്. എവ്രിബഡി എന്നാണ്. എവ്രി വണ്ണിന് പകരം എവ്രിബഡി, അല്ലെങ്കിൽ സം വണ്ണിന് പകരം സംബഡി, നോബഡിക്ക് നോ വണ്ണിന് ശേഷം നോബഡി. ഇങ്ങനെയാണെങ്കിലും നിങ്ങൾ എടുക്കേണ്ടത് ദേ ആണ്. ഇതിന്റെ കൂടെ പ്ലൂറൽ ഓക്സിലറി തന്നെ ഉപയോഗിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ആൻസർ തെറ്റും. അപ്പൊ നമ്മളുടെ എന്തായി? എവ്രി വൺ വാസ് പ്രസന്റ്, വേർ ഇൻ ദേ എന്നാകും. സോ ഈ ഒരു ചോദ്യവും നമുക്ക് എന്താണ്, നമ്മുടെ കേട്ടറ്റ് എക്സാമുകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കിയെടുക്കണം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നോബഡി എൻജോയ്ഡ് ദ മൂവി. നോബഡി എൻജോയ്ഡ് ദ മൂവി. അപ്പൊ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞത് നോബഡി വന്നു കഴിഞ്ഞാലും എന്ത് വേണം? ദേ എടുക്കണം. ദേ എടുക്കണം. ഇനി നോബഡി എന്നാണ്, ആരുമില്ല. നോ എന്നുള്ളത് അർത്ഥം വന്നില്ലേ? നെഗറ്റീവ് ആയിട്ടുണ്ട് സെന്റൻസ് നെഗറ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ ടാഗ് എന്ത് വരണം? പോസിറ്റീവ് വരണം. അപ്പം നോബഡി എൻജോയ്ഡ് ആണ്. എൻജോയ്ഡിൽ നിന്ന് നമുക്ക് എന്തിടും? ഒരു ഇഡി കണ്ടു. ഇഡി കണ്ടാൽ ഡിഡ് എടുക്കണം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഡിഡ് ദേ. ഓപ്ഷൻ ബി നമ്മുടെ ഉത്തരമായിട്ട് മാറി. നോബഡി എൻജോയ്ഡ് നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്. ഇനി ഇവിടെ എൻജോയ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് കൊടുക്കണം? നിങ്ങൾ ഡസ് അല്ല കൊടുക്കേണ്ടത്, ഡു ആ കൊടുക്കേണ്ടത്. കാരണം പ്ലൂരൽ ആക്കണം. കാരണം ദേന്റെ കൂടെ പ്ലൂരൽ മാത്രമേ വരുള്ളൂ. എന്തുകൊണ്ടാ വരിക എന്ന് ഞാൻ പറഞ്ഞല്ല, അവർ തമ്മിൽ അടിയാവും. ഒരാൾക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഒരാൾക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല. അപ്പൊ സിംഗിൾ പ്രസംഗി ആകുമെന്നാണ്, മറ്റേ ആൾക്ക് സങ്കടാവൂലേ? അപ്പൊ നിങ്ങൾ അങ്ങനെ കൊടുക്കാതിരിക്കട്ടോ. കൊടുക്കാതിരുന്നാൽ രണ്ടുണ്ട് ഗുണം. ഇവരുടെ തമ്മിലുള്ള അടി നമുക്ക് ഒഴിവാക്കാം, നിങ്ങൾക്ക് ഒരു മാർക്കും നേടാം. അത് നിങ്ങൾ ഓർത്തിരിക്കട്ടോ. ഇനി അടുത്തത് ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അവസാനത്തെ ചോദ്യം. കാരണം ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ലെറ്റ് us go for a walk. ലെറ്റ് us go for a walk. അല്ലെങ്കിൽ നിങ്ങളുടെ സെന്റൻസ്, നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെറ്റസിലാണ് അല്ലെങ്കിൽ ലെറ്റസ് നോട്ടിലാണ്. ലെറ്റസ് ആയിക്കോട്ടെ, ലെറ്റസ് നോട്ടാണ്, രണ്ട് രീതിയിൽ കാണാട്ടോ. ഇത് ഷോർട്ട് ആക്കിയിട്ട് കൊടുത്തതാണ് ലെറ്റസ് എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ലെറ്റ് എന്ന് എഴുതിയിട്ട് അസ് എന്ന് ഇങ്ങനെ തന്നെ കൊടുക്കാം. ഇങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്. അതിനൊരൊറ്റ ടാഗേ ഉള്ളൂ. അത് പോസിറ്റീവ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, ലെറ്റസ് ആയിക്കോട്ടെ, ലെറ്റസ് നോട്ട് ആയിക്കോട്ടെ, ആകെ ഒരു ടാഗാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതാണ് ഷാൾ വി. Let us go for a walk, shall we? Let us not go for a walk, shall we? Let us play football, shall we? Let us not sing a song, shall we? എല്ലാത്തിനും shall we ആണ്. അപ്പം അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇത് സ്ഥിരമായിട്ട് എന്താണ് നമ്മുടെ കേട്ടറ്റ് പരീക്ഷകളിൽ വരുന്ന ഒരു ടാഗ് ക്വസ്റ്റ്യൻ ആണ്. shall we. ലെറ്റസ് വന്നോ shall we ആണ്. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈ ഒരു ചെറിയൊരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എടുക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക, ഏതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗുകളുടെ ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പം ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.